പലപ്പോഴും പലരിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് കൂടുതലാണ്. ഈ നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. സങ്കടങ്ങൾ, പരാതികൾ, വിഷമങ്ങൾ, ഒറ്റപ്പെടുത്തി, അവർ കുറ്റപ്പെടുത്തി, ഇതൊക്കെ നമുക്ക് ഒരാളോട് പറയാൻ ആരുമില്ല. അവിടെയാണ് വിശുദ്ധ ബൈബിൾ നമുക്കൊരു ബലമാകുന്നത്. 116 സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇവിടെ ബൈബിൾ പറയുകയാണ്, നിന്നെ കേൾക്കാൻ ഒരു യഹോവയുണ്ട്. എന്നതിന് അർത്ഥം നിനക്ക് പറയാനുള്ളത് യഹോവയോട് പറയുക. യഹോവയോട് പറഞ്ഞാലുള്ള ഗുണം 116 സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അതെ, നമുക്ക് പറയാനുള്ളത് മനുഷ്യനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി വരെ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. ആ പരിധി കഴിയുമ്പോൾ അവർ നമ്മളെ കൈവിടും. പക്ഷെ നിന്നെ കേൾക്കാൻ അല്ലെങ്കിൽ നിൻ്റെ കാര്യം പറയാൻ നിനക്കൊരു യഹോവയുണ്ടെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ, ആ യേശുവിൻ്റെ പ്രത്യേകത, അവൻ പരിധിയില്ലാത്ത ദൈവമാണ്, പരിമിതികളെ ബ്രേക്ക് ചെയ്യുന്ന ദൈവമാണ്. അവൻ നിൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കും.